അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാസർഗോഡ് ബദിയടുക്ക ബെളിഞ്ച അവിടുത്തെ ഖത്തീബ് ഇമാം ഇബ്രാഹിം ബാദ്ഷാ ഉസ്താദ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഒരു സംഭവം, ഗർഭിണിയാണ് എന്ന ഒരു പരിഗണന പോലും നൽകിയില്ല എന്നാ ഭാര്യ പറയുന്നത് നാം മാധ്യമങ്ങളിലൂടെ കേട്ടു. ഈ ഒരു വാർത്ത നാം കേട്ടപ്പോൾ ഒരു പള്ളിയുടെ ഇമാമായിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി വരുമ്പോഴേക്ക് മൊത്തത്തിൽ എല്ലാ ഉസ്താദന്മാരെ ആക്ഷേപിച്ചുകൊണ്ടും പരിശുദ്ധമായ ദീൻ ആക്ഷേപിച്ചുകൊണ്ടും പല വിധത്തിലുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് വായിക്കാൻ സാധ്യമായി. ഒരു ആലിമാകുന്നത് അദ്ദേഹം ആമിലാകുമ്പോഴാണ്. ആമിലല്ലാത്തവനെ ഒരിക്കലും ആലിം എന്ന് പറയാൻ പറ്റൂല. ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് ഇത്ര തെറ്റുകൾ വന്നാൽ തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹം ആരാണെന്ന് കൃത്യം അറിയില്ലെങ്കിലും അദ്ദേഹം ഇവിടുത്തെ പള്ളിയുടെ ഇമാമാണ്, ഖത്തീബാണ്. എന്നിട്ടും പല ആളുകളിലേക്കും ഈ ഒരു മെസ്സേജ് ഷെയർ ചെയ്യപ്പെടുകയാണ്. ഒരു ഖത്തീബ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവർ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരല്ലേ എന്നാണ്. ഒരാൾ പഠിച്ചതുകൊണ്ട് ഉയരണമെന്നില്ല. പഠിച്ചതുകൊണ്ട് ഉയരണമെങ്കിൽ ഇബ്ലീസ് ഉയരണം, അല്ലേ? അദ്ദേഹം അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഭാര്യ പറയുന്നത് പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്രത്തുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ 2 വശം കൂടി കേൾക്കേണ്ടതുണ്ട്. കാരണം ഒരു വശം കേട്ട് മാത്രം ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. 2 വശം കേൾക്കേണ്ടതുണ്ട്. എവിടെയാണ് തെറ്റ് സംഭവിച്ചത്? അങ്ങനെ ഭാര്യ പറയുന്ന ആ സത്യസന്ധമായ സംഭവം അത്രക്കും പീഡന ഏറ്റിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. ഉസ്താദ് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണ്. അത് ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. ഉസ്താദ് ആയതുകൊണ്ട് അയാൾ മലക്കൊന്നല്ല എന്ന് വിചാരിക്കണം. തെറ്റുകൾ അയാളെ ഭാഗത്ത് വരും, ഉറപ്പാണ്. മനുഷ്യരല്ല അവർ. ഈ ദീനിയായ വിധി അത് ഉസ്താദന്മാർ അത് പ്രഭാഷണം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ടവർ തന്നെയാണ്. എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ വരില്ല എന്നല്ല. അങ്ങനെ ഒരു തെറ്റുകൾ വന്നാൽ തന്നെ മൊത്തത്തിൽ ഒരു ഉസ്താദന്മാരെ ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ ദീനിനെ കുറിച്ച് പറയുന്നതോ പയഞ്ചനായ ദീനാണെന്നും ഒരുപാട് വളരെ മോശമായി അതവരുടെ മുത്തുനബി പഠിപ്പിച്ചതാണെന്ന് പറയുക ഒരിക്കലുമല്ല. ഹബീബ് എങ്ങനെ പഠിപ്പിച്ചത്? ഭാര്യയെ ബഹുമാനിക്കണമെന്നാണ്. ഇന്ന് പള്ളിൻ്റെ ഖത്തീബിനെ ബഹുമാനിക്കുന്നത് തന്നെ വലിയ പാടാണ്, പിന്നല്ലേ ഭാര്യ ബഹുമാനിക്കുന്നത്. ജീവിതം എന്നുള്ളത് സമർപ്പണമാണ്. നിക്കാഹ് കഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെയാണ്. ഉസബ്ബിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എൻ്റെ മകളെ 18 വർഷം അല്ലെങ്കിൽ 20 വർഷം വരെ ഞാൻ പോറ്റ് വളർത്തി. എനിക്ക് എന്നെ കൊണ്ട് നോക്കാൻ എൻ്റെ മകളെ കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്നല്ല. എൻ്റെ മകൾ 18 വർഷമായി ഞാൻ അവളെ പോറ്റ് വളർത്തി, അവളെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എന്നെക്കാൾ നല്ലൊരു ജീവിതം നീ അവൾക്ക് നൽകുമെന്ന് നിന്നിൽ നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്തെങ്കിലും എൻ്റെ മകളുടെ ഭാഗത്ത് നിന്ന് അബദ്ധങ്ങൾ വന്നാൽ വളരെ സ്നേഹത്തോട് എൻ്റെ മകളെ എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണം. ആ മാതാപിതാക്കൾ അത്രയും കഷ്ടപ്പെട്ട് വലുതാക്കിയ പൊന്നു മക്കളാണവർ. വീട്ടിൽ പോയി അമ്മായിമ്മക്കും അതുപോലെ ഭർത്താവിനും അവളെ മർദ്ദിക്കാനുള്ള ഒരു വസ്തുവൊന്നുമല്ല. വേണ്ട സമയത്ത് ത്വലാഖ് ചൊല്ലിവിടാൻ നാം ഓർക്കണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊക്കെ കൃത്യമായി കാണുന്നുണ്ട്. അള്ളാഹുവിന് ഇതിൻ്റെ സത്യസന്ധമായ വിഷയങ്ങൾ കൃത്യമായി അറിയുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ള കൃത്യമായ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും. ഒരിക്കലും ഒരു പെണ്ണിൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത്, അല്ലേ? സ്വന്തം ബാപ്പ, ഉമ്മ, കുടുംബം എല്ലാവരും വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വരുന്നത്. നീ അങ്ങനെയല്ല, നീ നിൻ്റെ സ്വന്തം വീട്ടിലാണ് കഴിയുന്നത്. അവളെല്ലാം വലിച്ചെറിഞ്ഞ് നിൻ്റെ കൂടെ വന്നു. നീ മാത്രയാണ് അവൾക്ക് തുണ. പെണ്ണെന്ന് പറയുമ്പോൾ അവരും മലക്കല്ല, അവളുടെ ഭാഗത്തും തെറ്റുകൾ വരാം.
ചിലപ്പോൾ നമുക്ക് ചില ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ വരാം. ചിലതെല്ലാം നാം സഹിക്കുകയും ക്ഷമിക്കുകയും വേണം. അതാണ് ജീവിതം. നാം പറഞ്ഞതുപോലെ ആകണമെന്ന് പറഞ്ഞാൽ ഇതുപോലെയാകും. അത് ഏത് പള്ളിയുടെ ഖത്തീബിൻ്റെ ഭാര്യ ആവട്ടെ, ഏത് പള്ളിയുടെ പ്രസിഡൻ്റെ ഭാര്യ ആവട്ടെ, എത്ര വലിയ ഉയർന്ന ആളുടെ ഭാര്യ ആവട്ടെ, അതുപോലെ ആകണം. അത് നടക്കുന്ന കാര്യമല്ല. പെണ്ണിനെ സൃഷ്ടിച്ചത് തന്നെ വളഞ്ഞ് എള്ളുന്നിട്ടാണ്. നീ അതിന് അള്ളാഹുവിൻ്റെ റസൂൽ പറയും, നീ അതിനെ ശരിപ്പെടുത്താൻ പോയാൽ കസർത്തഹ, അത് പൊളിഞ്ഞു പോകും. നീ അത് നിലനിർത്തിക്കൊണ്ടേ നീ അവളുമായി ജീവിക്കണമെന്നാണ്. അവളുമായി നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അതല്ലാതെ ജീവിക്കാൻ സാധ്യമേ അല്ല. തീർച്ചയായും ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതറിയോ? പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ശരിക്കും പഠിക്കണം. എന്നിട്ടായിരിക്കണം ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. മനുഷ്യരാകുമ്പോൾ സഹിച്ചും ക്ഷമിച്ചും പരസ്പരം മാഫ് ചെയ്തും ജീവിക്കേണ്ടവരാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുമ്പോൾ വളരെ കരുതലോടുകൂടി ജീവിക്കണം. നിങ്ങളെ കൂടുതൽ തെറ്റിക്കാൻ വേണ്ടി നിങ്ങളെ പിന്നിൽ ഇബ്ലീസ് പ്രവർത്തിച്ചു കൊണ്ടും പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസിൻ്റെ ജോലിയാണ് ഇത് നമുക്കിടയിൽ ഇരിക്കുന്നത്. പെട്ടെന്ന് വരാം, ത്വലാക്ക് ചെല്ലാം, വീട്ടിലേക്ക് അയക്കാം. എന്താണ് എന്ത് വിചാരിച്ചു? ഈ അടുത്തൊരു വാർത്ത കേട്ട്, ഫോണിലൂടെയാണ് തലാക്ക്, വാട്സപ്പിലൂടെയാണ് തലാക്ക്. പെണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണിൻ്റെ മഹത്വം എന്താണ്? പരിശുദ്ധ ദീൻ അവൾക്ക് നൽകിയ വില എന്താണ്? അല്ലേ? നമ്മുടെ ഭാര്യമാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാടുകളോ, വീട്ടിൽ വെട്ടുജോലി, നമ്മുടെ മക്കളെ നോക്കുന്ന, നിനക്ക് സാധിക്കുമെങ്കിൽ മാത്രം നിൻ്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തതിന് പോലും ഭർത്താവിനോട് പ്രതിഫലം വാങ്ങാൻ പോലും അവകാശമുണ്ട് എന്നാണ്. ഇത് വീട്ടൊന്നും വരുത്തിക്കുക. അല്ലാത്ത സങ്കടമുണ്ടാവും ഭാര്യ പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ശിക്ഷിക്കപ്പെടേണ്ട, ശിക്ഷക്കർഹനായ വ്യക്തി തന്നെയാണ്. പാവം ആ ഉമ്മ, ആ ഉപ്പ അത്ര വർഷം പോറ്റി വളർത്തിയ ആ മോൾക്ക് ഒരു മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഗർഭിണിയായിട്ട് പോലും ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ഉസ്താദുമാരുടെ ഭാഗത്ത് മാത്രമാണോ വരുന്നത്? എത്ര സ്വാമിമാരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ? എത്ര അധ്യാപകന്മാരുടെ ഭാഗത്ത് നിന്ന് വരും? പലരുടെ ഭാഗത്തും വരും, മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് വരും. അതുകൊണ്ട് സ്വാമി ചെയ്തുകൊണ്ട് മൊത്തത്തിൽ എല്ലാ സ്വാമികളെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ മൊത്തത്തിൽ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ചില ആൾ സ്വഭാവ ദൂഷ്യം കൊണ്ട് അങ്ങനെ ചെയ്യും. അയാൾ ആലിമായാലും അയാൾ സ്വാമിയായാലും അയാൾ സമൂഹത്തിനും കുടുംബത്തിനും വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതം ഖൈറാണെങ്കിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകുവാൻ അല്ലാഹു തൗഫീഖ്. തലാഖ് ചൊല്ലിയിരിക്കും, തലാഖ് ചൊല്ലിയാൽ പിന്നെ മുന്നോട്ട് പോകാനൊന്നും പറ്റൂലല്ലോ. ത്വലാഖ് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് ഹലാലായ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. ത്വലാഖ് ചെല്ലുന്ന സ്ഥലത്ത് പോലും ഞങ്ങൾ നിന്നുകൂടാ. കാരണം അത്രയും അള്ളാഹ്ക്ക് വെറുപ്പുള്ള സംഗതിയാണ് ഈ ത്വലാഖ് ചൊല്ലുക. പിന്നെ വേറെ ഒരു വഴിയില്ലെങ്കിൽ ഒരു വഴി വേണമല്ലോ എന്ന് വെച്ചതാണ് തലാഖ്. അതല്ലാതെ പോകുന്ന സമയത്ത് ഫോണിലൂടെ വാട്സപ്പിലൂടെ അയക്കാനുള്ളതല്ല ത്വലാഖ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിനൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അർഹമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ പെൺമക്കൾക്ക് അള്ളാഹു നല്ല ദാമ്പത്യ ജീവിതം അള്ളാഹു നൽകട്ടെ. അതുപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു സന്തോഷത്തിനും റാഹത്തിനും ആക്കട്ടെ. ജീവിതത്തെക്കുറിച്ച് ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഇത്തരമുള്ള ദാമ്പത്യ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് നാം ഒരു ഭാര്യ എന്ന് വരുന്ന തിന്മകൾ സഹിച്ചാൽ, അവളിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അള്ളാഹ്ക്ക് വേണ്ടി സഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിച്ചു കൊടുക്കുക. എന്നാൽ അയ്യൂബ് നബിയുടെ പ്രതിഫലമുണ്ടെന്നാണ് മുത്തായ റസൂൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഭർത്താവിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ വരും, അതിനും നമ്മൾ സഹിച്ചാൽ ആസിയ ബീവിയുടെ പ്രതിഫലം നമുക്ക് കിട്ടുന്നു. അത്ര വലിയ പ്രതിഫലം കിട്ടുമ്പോൾ ഇതെല്ലാം സഹിച്ചു കൊടുക്കാൻ എന്താ ഇതിലുള്ളത്? എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും അവൾ ചോദിച്ചതിന് പേര്, എന്തെങ്കിലും ഒരു ചോദിച്ചതിന് പേരിൽ നീ ആരാ ചോദിക്കാൻ? പിന്നെ ഭാര്യ അർഹത ഉള്ളവരല്ലോ അവൾ ചോദിക്കണമല്ലോ. അവളുടെ മുമ്പിൽ മറച്ചു വെക്കാൻ പാടില്ലല്ലോ. എല്ലാം തുറന്നു പറയേണ്ടതല്ലേ. അവളോട് ഞാൻ മറച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ
എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? വിശുദ്ധ ഖുർആനിലേക്ക് പറയുന്ന ഭാര്യയോട് പെരുമാറിൻ്റെ രീതിയും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ അവർ പ്രവേശിക്കുമ്പോൾ ചില ആളുകളുടെ മൃഗത്തെ പോലും ഭാര്യയെ സമീപിക്കുന്നവർ, അത്തരക്കാരെ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അല്ലേ? അവനെ പുരുഷനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ പുരുഷൻ്റെ പരിഗണത്തിൽ അവനെ വെക്കാൻ പറ്റൂല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവന് അശക്തനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ ആഗ്രഹം, അവളുടെ വിചാരങ്ങൾ അറിയാതെ പെരുമാറുന്നവർ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് അവൾ മറ്റു ബന്ധങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ ഉത്തരവാദി നീയും കൂടിയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.